everyone, welcome back to Xylem Learning. ഞാൻ നിങ്ങളുടെ അനൂമിസ് ആണ്. നമ്മൾ ഇന്ന് കെമിക്കൽ കൈനറ്റിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതായത് നിങ്ങൾക്ക് ഇക്കൊല്ലം ബോർഡ്സിന് എന്താണെങ്കിലും ചോദിക്കാൻ പോകുന്ന ഏരിയ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പ്രീവിയസ് ബോർഡ്സിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് മിസ്സിന് തോന്നുന്ന ചോദ്യങ്ങളൊക്കെ മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് കെമിക്കൽ കൈനറ്റിക്സ് വൺ ഷോട്ട് ആയിട്ട് റിവൈസ് ചെയ്തു. അപ്പൊ അതിന്റെ എന്താണ് ലൈവ് ഒക്കെ ചാനലുണ്ട്. കാണാത്തവർ എന്ത് ചെയ്യണം, വൺ ഷോട്ട് റിവിഷൻ മുഴുവനായിട്ട് കാണണം. ഏതെങ്കിലും കോൺസെപ്റ്റ്സിലൊക്കെ എന്താണ് ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ വൺ ഷോട്ട് റിവിഷൻ അടിപൊളിയായിട്ട് കാണാം. അതിനുശേഷം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ സെറ്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇക്കൊല്ലം ബോർഡ്സിന് ചോദിച്ച ചോദ്യമാണ്. ദ റൂൾ ഓഫ് എ കാറ്റലിസ്റ്റ് ഇസ് ടു ചേഞ്ച്. കാറ്റലിസ്റ്റ് എന്താണ് ഒരു റിയാക്ഷന്റെ ചേഞ്ച് ചെയ്യുന്നത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kcനെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും കാറ്റലിസ്റ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ചേഞ്ച് ചെയ്യില്ല. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഡെൽറ്റ എച്ചിനെ ചേഞ്ച് ചെയ്യോടാ? ഇല്ല. ഡെൽറ്റ ജി അല്ലെ ഗിബ്സ് ഫ്രീ എനർജിനെ ചേഞ്ച് ചെയ്യോ? ഡെൽറ്റ ജിയും ഡെൽറ്റ എച്ചും Kcനെയും ഒന്നും കാറ്റലിസ്റ്റ് ചേഞ്ച് ചെയ്യില്ല. കാറ്റലിസ്റ്റ് ആകെ ചേഞ്ച് ചെയ്യുന്നത് ആരെയാണ്? ആക്ടിവേഷൻ എനർജി ഓഫ് റിയാക്ഷൻ. റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജിനെ ചേഞ്ച് ചെയ്യും കാറ്റലിസ്റ്റ്. എന്ത് ചേഞ്ച് ആണ് കൊണ്ടുവരിക? കാറ്റലിസ്റ്റ് ഡിക്രീസസ് ആക്ടിവേഷൻ എനർജി ഓഫ് റിയാക്ഷൻ അല്ലെ. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് എന്ത് ചെയ്യും? കാറ്റലിസ്റ്റ് ഡിക്രീസസ്. എന്താ ചെയ്യുന്നത്? കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഡിക്രീസസ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജീനെ കാറ്റലിസ്റ്റ് ഡിക്രീസ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? ആക്ടിവേഷൻ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആക്ടിവേഷൻ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇഫക്റ്റീവ് കൊളീഷൻസ് കൂടും. ഒരുപാട് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിന് എന്തുണ്ടാകും? ഈ ലോവർ ആക്ടിവേഷൻ എനർജി ഉണ്ടാവും. അപ്പൊ തമ്മിലുള്ള ഇഫക്റ്റീവ് കൊളീഷൻസ് കൂടും. അപ്പൊ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ത് ചെയ്യും? കൂടും. അപ്പൊ കാറ്റലിസ്റ്റ് ഒരിക്കലും ഡെൽറ്റ ജിനെയോ ഡെൽറ്റ എച്ചിനെയോ Kcനെയോ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഒരുപാട് തവണ പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത്തവണത്തെ ബോർഡ്സിനും റിപ്പീറ്റ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ കാറ്റലിസ്റ്റ് എപ്പോഴും ആലോചിക്കുക. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ആലോചിക്കണം, അത് ലോവർ ആക്ടിവേഷൻ എനർജി ഉള്ള ഒരു ഓൾട്ടർനേറ്റ് പാത്താണ് റിയാക്ഷന് കൊടുക്കുന്നത്. കാറ്റലിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം ഇതാണ്. ഇനി നമുക്ക് നോക്കാം. ഒരുപാട് ഗ്രാഫുകളുള്ള ഒരു ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ഗ്രാഫും അടിപൊളിയായിട്ട് വരയ്ക്കാൻ മിസ് പഠിപ്പിച്ചു തരാം കേട്ടോ. ഏത് ഗ്രാഫ് ചോദിച്ചാലും നിങ്ങൾ പേടിക്കേണ്ട. നോക്കാം. എ പ്ലോട്ട് ബിറ്റ്വീൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷൻ, റിയാക്ടന്റ് ആൻഡ് ടൈം. അതായത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും ടൈമും നമുക്ക് തന്നിട്ടുണ്ട്, ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് ഏത് ഓർഡർ ആണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് ഓർഡർ? ഏത് ഓർഡറിലാണ് നമ്മുടെ റിയാക്ഷൻ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ ഗ്രാഫ് നോക്കിയിട്ട് ഏത് ഓർഡർ ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതായത് ഇവിടെ നോക്കാം. ഞാൻ നോക്കുന്ന സമയത്ത് വൈ ആക്സിസിൽ ആരെയാ കൊടുത്തിരിക്കുന്നത്? വൈ ആക്സിസിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെയാണ്. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണ് ഗ്രാഫ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. y is equal to mx plus c എന്നാണ് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ. m എന്ന് പറയുന്ന സ്ലോപ്പ് ആണ്, c എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്, ആൻഡ് y എന്ന് പറയുമ്പോൾ y ആക്സിസിൽ ആരെ എഴുതിയിരിക്കുന്നു? y ആക്സിസിൽ ആരെ എഴുതിയിരിക്കുന്നു? ആറിന് എഴുതിയിരിക്കുന്നു അല്ലെ. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ. എക്സ് ആക്സിസിൽ ആരെ എഴുതിയിരിക്കുന്ന? ടൈം. അപ്പൊ വൈക്ക് പകരം ഞാൻ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൊടുത്തു. എക്സ് ആക്സിസിൽ ഞാൻ എക്സിന് പകരം ടൈം എന്ന് കൊടുത്തു. ഇനി എം എന്ന് പറഞ്ഞ സ്ലോപ്പ് ആണ്. സ്ലോപ്പ് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? സ്ലോപ്പ് എന്ന് പറയുന്നത് കെ ആണ് അല്ലെ. സ്ലോപ്പ് മൈനസ് സ്ലോപ്പ് ആണ് കെ. അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് കെ ആണ്. കാരണം നമുക്കറിയാം ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് വിധത്തിലുള്ള സ്ലോപ്പുകൾ വരാം. പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കും, ഇത് പോസിറ്റീവ് ആണ്. നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കും അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെയാ സ്ലോപ്പ് വന്നിരിക്കുന്നത്? നെഗറ്റീവ് ആണ് അല്ലെ. അപ്പൊ എനിക്ക് മനസ്സിലായി സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് കെ ആണ്. അപ്പൊ മൈനസ് കെ ടി പ്ലസ് സി എന്ന് പറഞ്ഞ വൈ ഇന്റർസെപ്റ്റ് ആണ്. അതായത് വൈ ആക്സിസിൽ ഇവൻ എവിടെ പോയിട്ടാണ് ടച്ച് ചെയ്തിരിക്കുന്നത്? വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് R0 അഥവാ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പം R0 എന്ന് എഴുതി. ഇനി ഈ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമുക്കറിയാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? KT-നെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു. KT is equal to R0 ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ആറിനെ എന്ത് ചെയ്തു? അപ്പുറത്തേക്ക് പറഞ്ഞു വിട്ടു, മൈനസ് R എന്ന് കിട്ടി അല്ലെ. അപ്പൊ K is equal to R0 മൈനസ് R
ഡിവൈഡഡ് ബൈ ടി എന്ന് കിട്ടി. ഇത് സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് ഇക്വേഷൻ ആണ്. സോ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഇസ് സീറോ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചു വെക്കേണ്ട കാര്യം എങ്ങനെയാണ്? സീറോ ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫ് ഈ ഒരേ ഒരു ഗ്രാഫേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഈ ഒരു ഗ്രാഫ് എപ്പോൾ ചോദിച്ചാലും അതിന്റെ സ്ലോപ്പ് എന്താണ്, അതിന്റെ വൈ ആക്സിസിൽ എന്താണ്, അതിന്റെ എക്സ് ആക്സിസിൽ എന്താണ് എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഒന്നില്ലെങ്കിൽ സീറോ ഓർഡർ ഇങ്ങനെ ഗ്രാഫ് തന്നിട്ട് അത് ഏത് ഓർഡർ ആണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ സീറോ ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പൊ എന്താണ്, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. ഓക്കെ, അപ്പൊ സീറോ ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? അപ്പൊ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പം ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ സ്ലോപ്പ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഏത് ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് എന്നവര് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. LNR വേഴ്സസ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആകെ അറിയുന്ന കാര്യം എന്താ? നിങ്ങൾക്ക് ആകെ അറിയുന്ന കാര്യം ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താ വരിക? 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് R0/R ആണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇത് വെച്ച് നമുക്ക് എല്ലാ ഗ്രാഫുകളും പ്ലോട്ട് ചെയ്യാൻ മിസ് പഠിപ്പിച്ചു തരാം. അപ്പൊ നമ്മൾ ഈ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഇടയിൽ വരുന്ന സ്റ്റെപ്പുകളൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് 4 ഗ്രാഫുകൾ വരയ്ക്കും. ഈ 4 ഗ്രാഫും വരയ്ക്കാൻ മിസ് പഠിപ്പിച്ചു തരാം കേട്ടോ. അപ്പൊ നോക്കുക, നമ്മളിവിടെ എന്ത് ചെയ്യാണ്? നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലോഗ് വെച്ചിട്ടുള്ള ഇക്വേഷൻ അല്ല, LN വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിനെ LN വെച്ചിട്ടുള്ള ഇക്വേഷനിലേക്ക് ആക്കാനായിട്ട് നമുക്കറിയാം 2.303 ലോഗിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുക? LN ലോഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ LN ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നറിയാമോ? 1/t 2.303 ഒഴിവാക്കുക, എന്നിട്ട് ഇവിടെ LN എഴുതാം. LN R0/R എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എങ്ങനെയാണ്? വൈ ആക്സിസിൽ LNRും എക്സ് ആക്സിസിൽ ടൈമും. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാം അല്ലെ? വൈ ആക്സിസിൽ LNRും എക്സ് ആക്സിസിൽ ടൈമും ആണ് വേണ്ടത്. ഓക്കെ, സെറ്റ്. എക്സ് ആക്സിസിൽ നമ്മൾ ടൈം വരച്ചു, വൈ ആക്സിസിൽ എന്ത് വരച്ചു? LNR വരച്ചു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ലോഗ് ഓഫ് R0/R എന്നാണല്ലേ കിടക്കുന്നത്. ലോഗ് ഓഫ് R0/R എന്നല്ലേ ഞാൻ ഈ ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതുകയാണ്. K is equal to 1/t ln of R0/R എന്നാണ് കിടക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾ ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ടീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. KT is equal to ln R0/R എന്ന് ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ലോഗരിതത്തിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ലോഗ് A/B, ലോഗ് ഓഫ് A/B, ln A/B is equal to എന്താണ്? ln A minus ln B എന്ന് പറഞ്ഞ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി പഠിക്കാം. അപ്പൊ KT is equal to നമുക്കറിയാം ln of R0 minus ln of R എന്നാണ് വരുന്നത് അല്ലെ? അപ്പൊ നമ്മളുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? LNR വേഴ്സസ് T ഗ്രാഫ് ആണ്. അപ്പൊ LNRനെ ഞാൻ വൈ ആക്സിസിലേക്ക് കൊണ്ടുവന്നു. LNR is equal to ഇവിടെ എന്തുണ്ട്? KT അപ്പുറത്തേക്ക് പറഞ്ഞു വിടുക, -KT പ്ലസ് LNR0 എന്ന് കിട്ടി അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഈ ഗ്രാഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y is equal to mx plus c മോഡിലാണ്. സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -k, നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത് അല്ലെ? സ്ലോപ്പ് നെഗറ്റീവ് സ്ലോപ്പ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് ഈസി ആയിട്ട് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. എങ്ങനെ പ്ലോട്ട് ചെയ്യാം? ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം അല്ലെ? ഇങ്ങനെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് y ഇന്റർസെപ്റ്റ്, y ആക്സിസിൽ മുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും എടാ? LNR0 ആയിരിക്കും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എടാ? സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് -k ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ LNR വേഴ്സസ് ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -k ആയിരിക്കും. ഓക്കെ, ഇതേ ചോദ്യം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യത്തെ ഗ്രാഫ് വരയ്ക്കാനാണ് പഠിച്ചത്. എനിക്ക് ആകെ അറിയാമായിരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. അതിൽ നിന്ന് നമുക്ക് വേണ്ട ഗ്രാഫിലേക്ക് ഞാൻ അതിനെ മാറ്റി അല്ലെ? വേറെ ഇടയിലുള്ള ഇക്വേഷൻസ് ഒന്നും ഞാൻ ബൈ ഹാർട്ട് പഠിച്ചില്ല. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനെ ഞാൻ റീഅറേഞ്ച് ചെയ്തു. ലോഗിലുള്ള ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും LNന്റെ ടേംസിലുള്ള ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും എഴുതാനായിട്ട് എനിക്ക് അറിയാമായിരുന്നു അല്ലെ? സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഗ്രാഫ് വരച്ചു, നമുക്ക് സ്ലോപ്പ് കിട്ടി. ഇനി ഞാനൊരു ട്രിക്ക് പഠിപ്പിച്ചു തരാം. നമ്മൾ ഇപ്പൊ വരച്ച ഗ്രാഫ് എന്ന് പറയുന്നത് LNR വേഴ്സസ്
LNR വേഴ്സസ് T ഗ്രാഫ് വരച്ചപ്പം സ്ലോപ്പ് എന്ന് പറയുന്നത് -k കിട്ടി അല്ലെ. സ്ലോപ്പ് എന്ന് പറയുന്നത് -k കിട്ടി. ഇനി നിങ്ങളുടെ അടുത്ത് ln പകരം log r വേഴ്സസ് ടൈം ഗ്രാഫ് ആണ് ചോദിച്ചത് എങ്കിൽ ലോഗ് r വേഴ്സസ് ടൈം ഗ്രാഫ് ആണ് ചോദിച്ചത് എങ്കിൽ എന്ത് ചെയ്യണം? ഈ -kയുടെ അടിയിൽ ഒരു 2.303 കൂടി കിട്ടും. കാരണം നമ്മൾ ആ 2.303 ln ആക്കുമ്പോൾ 2.303 എടുക്കുന്നില്ലല്ലോ. ലോഗ് ആക്കുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ 2.303 കൂടി വരും. അപ്പൊ ലോഗ് r വേഴ്സസ് ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ സ്ലോപ്പ് എന്താ വരുന്നത്? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു -k ഡിവൈഡഡ് ബൈ 2.303 എന്ന് കിട്ടും. ഇനി ഇത് ഇപ്പൊ നമുക്ക് രണ്ട് ഗ്രാഫ്, അതായത് LNR വേഴ്സസ് ടൈമും ലോഗ് r വേഴ്സസ് ടൈമും അല്ലെ, ഇതിന്റെ സ്ലോപ്പുകൾ രണ്ടും നെഗറ്റീവ് ആയിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. നമ്മളുടെ അടുത്ത് ഇനി MCQല് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ്? നമ്മളുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ അല്ലെ, ഓർഡർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പൊ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ LNR വേഴ്സസ് ടൈം ഗ്രാഫ് നമ്മൾ വരച്ചു. LNR വേഴ്സസ് ടൈം ഗ്രാഫ് വരച്ചപ്പം നമുക്ക് സ്ലോപ്പ് കിട്ടിയത് -k ആണ് അല്ലെ. ഇനി ലോഗ് r വേഴ്സസ് ടൈം ഗ്രാഫ് നമ്മൾ വരച്ചു. അപ്പൊ എന്ത് കിട്ടുമോടാ? -kയുടെ കൂടെ എന്ത് കിട്ടും? -kയുടെ കൂടെ ലോഗ് ആക്കുമ്പം ഡിവൈഡഡ് ബൈ 2.303 കൂടി കിട്ടും. സിമ്പിൾ ആയിട്ട് 2.303 കൂടെ കിട്ടും. ഇനി നമ്മളുടെ അടുത്ത് അടുത്തത് ചോദിക്കാൻ പോകുന്നത് ഈ രണ്ട് സ്ലോപ്പുകളും നെഗറ്റീവ് ആണ്. ഇനി പോസിറ്റീവ് ആയിട്ട് രണ്ട് സ്ലോപ്സ് വരുന്ന കേസുകളുണ്ട്. ആ രണ്ട് കേസുകളും കൂടി നമ്മൾ പഠിക്കണം. അതായത് LNR0 ഡിവൈഡഡ് ബൈ r എന്ന് പറഞ്ഞ് വേഴ്സസ് ടൈം ഗ്രാഫ് നമ്മൾ വരയ്ക്കും. അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് k എന്ന് കിട്ടും. ആൻഡ് ലോഗ് r0 ഡിവൈഡഡ് ബൈ r വേഴ്സസ് ടൈം എന്ന് പറയുമ്പോൾ ഗ്രാഫ് വരുമ്പോൾ എന്ത് വരും? ലോഗ് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഡിവൈഡഡ് ബൈ 2.303. കണ്ടോ? 4 കേസുകളാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ നമ്മൾ ചോദിക്കുക. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ 4 ഗ്രാഫുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യത്തെ 2 ഗ്രാഫുകൾ നമ്മൾ പഠിച്ചു. LNR വേഴ്സസ് ടിയും ലോഗ് r വേഴ്സസ് ടിയും അല്ലെ. ഇനി നോക്കാം, LNR0 ബൈ r ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും അല്ലെ, KT എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. നമുക്ക് ഓൾറെഡി ഇത് അവിടെ കിട്ടി അല്ലെ. നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, LNR0 ബൈ r ഇസ് ഈക്വൽ ടു KT എന്ന് കിട്ടി. അപ്പൊ ഇതെങ്ങനെയാണ്? y ആക്സിൽ LNR0 ബൈ r കൊടുത്തു. എന്താണ്? C ഇന്റർസെപ്റ്റ് 0 ആണ് ആൻഡ് K ഇസ് ദ സ്ലോപ്പ്. അങ്ങനെയാണ് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന പോസിറ്റീവ് സ്ലോപ്പ് ഉള്ള ഒരു ഗ്രാഫ് കിട്ടിയത്. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് k ആണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് k ആയിരിക്കും. ഇനി ലോഗ് വരുമ്പം സ്ലോപ്പ് എങ്ങനെയായിരിക്കും? k ഡിവൈഡഡ് ബൈ 2.303 ആയിരിക്കും. അപ്പൊ മക്കളെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഈ ചോദ്യം എക്സാമിന് ചോദിക്കും. അപ്പം സീറോ ഓർഡർ റിയാക്ഷന്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും ഗ്രാഫുകൾ നമ്മൾ പഠിച്ചു. സീറോ ഓർഡർ റിയാക്ഷനിൽ നിന്ന് 1 ഗ്രാഫും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ നിന്ന് 4 ഗ്രാഫും. അപ്പൊ ടോട്ടൽ 5 ഗ്രാഫ് നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലെ. ചോദ്യത്തിന്റെ ആൻസർ നമ്മൾ ചെയ്തിരുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അറീനിയസ് ഇക്വേഷൻ അടുത്തൊരു ഫേവറേറ്റ് ഏരിയ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അറീനിയസ് ഇക്വേഷനിൽ നിന്ന് വരുന്നത്. ഇൻ അറീനിയസ് ഇക്വേഷൻ എഴുതാനായിട്ട് പഠിക്കണം k is equal to a e raised to minus ea by rt. a represents a എന്ന് പറയുന്നത് എന്താണ്? എക്ക് ഒരു പേരുണ്ട്, പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ. ഇതാണ് എക്സ്പോണൻഷ്യൽ ഫാക്ടർ e raised to minus ea by rt. അതിന് തൊട്ട് മുമ്പാണ് a ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ a-നെ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഫാക്ടർ എന്ന് വിളിക്കും. a-നെ ഫ്രീക്വൻസി ഫാക്ടർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് വിളിക്കും. അപ്പൊ a is known as the frequency factor. ഓക്കെ, അറീനിയസ് ഇക്വേഷൻ എന്താണ് എന്നും അതിന്റെ ടേംസുകൾ എന്താണ് എന്നും എഴുതി കൊടുക്കാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ a is known as the frequency factor. ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? EA ആണ്. EA is the threshold energy അല്ലെ. ഓക്കെ, ഇനി e raised to minus ea by rt എന്താണെന്ന് ചോദിക്കും. e raised to minus ea by rt is the fraction of molecules. എന്താണ്? fraction of molecules having energy. fraction of molecules having energy greater than or equal to EA.
അതായത് ആക്ടിവേഷൻ എനർജിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടോ എനർജി ഉള്ള മോളിക്യൂൾസിന്റെ ഫ്രാക്ഷനെയാണ് e⁻ എന്ന് ചോദിക്കുന്നത്. പലപ്പോഴും ചില സമയത്ത് എന്ത് ചെയ്യും, e⁻ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ചോദ്യത്തിൽ ഇങ്ങനെ ചോദിക്കും, ഫൈൻഡ് ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിംഗ് എനർജി ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ e⁻ ആണ് നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പം ഇതാണ് ആ ഒരു ചോദ്യം അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് ഡിപെൻഡന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം കണ്ടോ, 2025 ബോട്ട്സിൽ തന്നെ ചോദിച്ചു. കണ്ടോ, നോക്കുക. Which of the following represents the fraction of molecules with energy equal to or greater than EA? കണ്ടോ, ആരാണ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ EA കാണിക്കുന്ന എനർജി കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. കണ്ടോ, e⁻ കണ്ടോ, e⁻ അപ്പൊ അറീനിയസ് ഇക്വേഷനിൽ നിന്ന് തന്നെ എ എന്താണ് എന്നുള്ളൊരു ചോദ്യം വന്നു. അതേപോലെ തന്നെ എന്താണ് e⁻ എന്താണ് എന്നുള്ളൊരു ചോദ്യം വന്നു. ഇനിയിപ്പം അടുത്തത് ചോദിക്കാം e⁻ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നൊക്കെ ചോദിക്കാം. അതിന് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയല്ലേ. ഇനി നോക്കാം, ദ ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി ഡിറ്റർമിൻ ഫ്രം ദ സ്ലോപ്പ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പൊ ആക്ടിവേഷൻ എനർജിക്കും നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, അടുത്തൊരു ഗ്രാഫ് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ടോട്ടൽ ഇപ്പൊ 5 ഗ്രാഫ് പഠിച്ചു. ആറാമതൊരു ഗ്രാഫും കൂടി പഠിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രാഫ്സ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കവർ ചെയ്തു. അപ്പൊ ആറാമത്തെ ഗ്രാഫാണ് ആക്ടിവേഷൻ എനർജിയുടെ ഗ്രാഫ്. അപ്പൊ ആക്ടിവേഷൻ എനർജിയുടെ ഗ്രാഫ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആക്ടിവേഷൻ എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏത് ഗ്രാഫ് എന്നാണ് കണ്ടുപിടിക്കുന്നത്? ln_k വേഴ്സസ് ടൈം ആണോ, ln_k വേഴ്സസ് 1/time ടൈം ആണോ, ln_k by time വേഴ്സസ് ടൈം ആണോ നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് ആകെ അറിയുന്ന ഇക്വേഷൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ആകെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ അറീനിയസ് ഇക്വേഷൻ, k is equal to a into e⁻ divided by RT എന്നുള്ള ഇക്വേഷൻ മാത്രമേ നമുക്ക് ഓർത്തിരിക്കാനുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ln എടുക്കണം. രണ്ട് സൈഡിലും ഞാൻ ലോഗ് എടുക്കുകയാണ്. ഓക്കെ, രണ്ട് സൈഡിലും ഞാൻ ലോഗ് എടുക്കുകയാണ്. അപ്പൊ ln_k is equal to എന്ത് വരും, ഈ സൈഡിൽ ലോഗ് എടുക്കുകയാണ് കേട്ടോ, ln a into e⁻ ഓക്കെ, രണ്ട് സൈഡിലും ഞാൻ ലോഗ് എടുത്തു. അപ്പൊ ഇനി അടുത്ത ലോഗരിതത്തിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി മിസ് ഇവിടെ എഴുതാം. ലോഗ് ഓഫ് a into b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ എഴുതും, log a plus log b എന്ന് എഴുതും. ഓക്കെ, അപ്പൊ ലോഗ് തന്നെയല്ലേ ln of a into b. lnഉം ലോഗും സെയിം തന്നെയാണ്, ബേസിൽ മാത്രമേ മാറ്റുള്ളൂ അല്ലെ. ln of a plus ln of b എന്ന് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, ഇതിനെ ln of a plus ln of e⁻ എന്ന് എഴുതാം അല്ലെ മക്കളെ. അപ്പൊ ഇവിടെ അടുത്ത ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി വന്നു. അടുത്ത പ്രോപ്പർട്ടി എന്താണ്? അടുത്ത പ്രോപ്പർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ln of e⁻x എന്ന് പറഞ്ഞാൽ x തന്നെ കിട്ടും. e⁻x എന്ന് പറഞ്ഞാൽ എക്സിന്റെ പവർ തന്നെയാണ് നമുക്ക് e⁻ന്റെ മുകളിൽ എന്തുണ്ടോ ആ പവർ തന്നെയാണ് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഇത് ഈസ് ഈക്വൽ ടു ln a -EA/RT എന്ന് കിട്ടും അല്ലെ. ഇവിടെ ln_k ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ എഴുതാൻ പോവാണ്, സ്മോൾ ലെറ്റർ k ആണ് കേട്ടോ. അത് ശ്രദ്ധിക്കണം, റേറ്റ് എഴുതുമ്പോൾ അതിന് സ്മോൾ ലെറ്റർ k ആണ്, ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ k എഴുതരുത് കേട്ടോ. ഇവിടെ നോക്കുക, ln_k is equal to ഇങ്ങനെ കിട്ടി. ഇത് ഏത് ഇക്വേഷൻ പോലെയാണ് ഇരിക്കുന്നത്, y is equal to mx plus c. ഇതാണ് mx, ഇത് c ഇന്റർസെപ്റ്റ് എന്നുള്ള ഇക്വേഷൻ മോഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, -EA/R കിട്ടി അല്ലെ. സ്ലോപ്പ് എന്ന് പറയുന്നത് -EA/R എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ആക്ടിവേഷൻ എനർജി നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ln_k വേഴ്സസ് എന്ത് ഗ്രാഫാ വരയ്ക്കേണ്ടത്, ln_k y ആക്സിസിൽ കൊടുത്തു, x ആക്സിസിൽ എന്ത് കൊടുക്കണം, 1/t കൊടുക്കണം അല്ലെ. വെറുതെ t ആണോ, അല്ല, 1/t ആണ് x ആക്സിസിൽ കൊടുക്കുന്നത്. അപ്പൊ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്, ln_k വേഴ്സസ് 1/t ആണ് അല്ലെ. ഞാൻ എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുന്നത്, ഇതാ ഇങ്ങനെ y ആക്സിസിൽ ഞാൻ ln_k വരച്ചു, x ആക്സിസിൽ 1/t വരച്ചു. ഇന്റർസെപ്റ്റ് ആയിട്ട് എനിക്ക് എന്ത് കിട്ടി, ln a ആണ് എന്റെ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്, സ്ലോപ്പ് എന്ന് പറയുന്നത് -EA/R കിട്ടി. ഇനി ലോഗ് ആക്കുമ്പോഴോ, മിസ് ലോഗ് ആക്കുമ്പോൾ എന്ത് ചെയ്യും, ലോഗ് ആക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഡിനോമിനേറ്ററിൽ ഒരു 2.303 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ലോഗ് ആക്കുന്ന സമയത്ത് EA/2.303R എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്രാഫ് കിട്ടി. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കുന്ന രണ്ട് ഗ്രാഫുകൾ നമുക്ക് എഴുതാം അല്ലെ. എങ്ങനെയാണ്, ln_k വേഴ്സസ് 1/t ഉണ്ട്, log_k വേഴ്സസ് 1/t ഉണ്ട് അല്ലെ.
യെസ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ സ്ലോപ്പ് എന്താണ്? ഓരോരുത്തരുടെയും സ്ലോപ്പ് എഴുതുകയാണെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -EA/r ആണ് വരുന്നത്. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? -EA/2.303r ആണ് വരുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ ഇപ്പൊ നമ്മൾ 7 ഗ്രാഫുകൾ പഠിച്ചു. വളരെ വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7 ഗ്രാഫ്സ് ആണ്. എന്താണെങ്കിലും ഇതിൽ നിന്നൊരു ചോദ്യം വരും. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. Which among the following is a false statement? ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? False statement. Rate of zero order reaction is independent of initial concentration of reactant. നമുക്കറിയാം സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് ഇസ് ഈക്വൽ ടു K എന്നാണ് വരിക അല്ലെ. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ഇല്ല അല്ലെ. അപ്പം ദാറ്റ് ഇസ് ട്രൂ. ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് കോൺസ്റ്റന്റ്. അപ്പം ഹാഫ് ലൈഫ് ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ T half is equal to R0 divided by 2K ആണ് സീറോ ഓർഡറിന്. അപ്പൊ നമുക്ക് മനസ്സിലായി ശരിയാണ്, T half Kക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ശരിയാണ്. മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ മേ ബി സീറോ. ഒരു റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി സീറോ ആവോ? അത് പൊട്ടത്തെറ്റാണ്. ദാറ്റ് ഇസ് ഫോൾസ്. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എലമെന്ററി റിയാക്ഷനിൽ എന്താണ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന റിയാക്ടിംഗ് സ്പീഷ്യസുകളുടെ എണ്ണമാണ് അല്ലെ. സൈമുൾട്ടേനിയസ്ലി കൊളൈഡ് ചെയ്യുന്ന റിയാക്ടിംഗ് സ്പീഷ്യസ് ഇൻ ആൻ എലമെന്ററി റിയാക്ഷനിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്കുലാരിറ്റി അല്ലെ. ഒരു എലമെന്ററി റിയാക്ഷൻ സൈമുൾട്ടേനിയസ് കൊളീഷൻസ് എന്നൊക്കെ മിസ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് പറയുന്നത് കീ വേർഡ്സ് ആയതുകൊണ്ടാണ്. മോളിക്കുലാരിറ്റി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എലമെന്ററി റിയാക്ഷന്റെ ഉള്ള കാര്യമാണ് എന്ന് നിങ്ങളും പറയണം. അതേപോലെ എന്താണ് സൈമുൾട്ടേനിയസ് കൊളീഷൻസ് എന്നുള്ള വേർഡും കീവേഡ് ആണ്. ഒരു എലമെന്ററി റിയാക്ഷനിൽ സൈമുൾട്ടേനിയസ് കൊളീഷൻസ് നടത്തുന്ന റിയാക്ടിംഗ് സ്പീഷ്യസുകളുടെ എണ്ണമാണ് എന്ത് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മോളിക്കുലാരിറ്റി സീറോ ആവോ? ഇല്ല. മോളിക്കുലാരിറ്റി ഒരിക്കലും സീറോ ആവില്ല. മോളിക്കുലാരിറ്റി 1 ആവാം, 2 ആവാം, 3 ആവാം. 3ക്ക് മുകളിലേക്ക് മോളിക്കുലാരിറ്റി വരുന്നത് എങ്ങനെയാണ്? അൺയൂഷ്വൽ ആണ്. 3യുടെ മുകളിലേക്ക് മോളിക്കുലാരിറ്റി വരാറില്ല. അതുപോലെ തന്നെ മോളിക്കുലാരിറ്റി എങ്ങനെയാണ്? ഫ്രാക്ഷണൽ വാല്യൂസും വരാൻ പാടില്ല. ഓക്കെ, ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ T half is equal to 0.693/K. അതും കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് എലമെന്ററി റിയാക്ഷൻസിന്റെ പ്രത്യേകതയാണ്. കോംപ്ലക്സ് റിയാക്ഷൻസിന് മോളിക്കുലാരിറ്റി ഉണ്ടോ? ഇല്ല. ഫോർ എ കോംപ്ലക്സ് റിയാക്ഷൻ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഇൻസിഗ്നിഫിക്കന്റ് ആയിരിക്കും. മോളിക്കുലാരിറ്റി പറയുന്നത് മീനിങ്ലെസ് ആണ്. എലമെന്ററി റിയാക്ഷൻസിനാണ് നമുക്ക് മോളിക്കുലാരിറ്റി പറയാൻ പറ്റുള്ളൂ. മോളിക്കുലാരിറ്റി ഓഫ് എലമെന്ററി റിയാക്ഷൻസ് എന്താണ്? സൈമുൾട്ടേനിയസ് കൊളീഷൻസ് നടത്തുന്ന റിയാക്ടിംഗ് സ്പീഷ്യസുകളുടെ എണ്ണമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. The rate of reaction X plus Y giving products is given by the equation rate is equal to K into concentration of X into concentration of Y. If Y is taken in large excess. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, Y ഞാൻ ഒരുപാട് എടുത്തു. നോക്ക്, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുത്തു. അങ്ങനെയാണെങ്കിൽ റിയാക്ഷന്റെ ഓർഡർ പെട്ടെന്ന് ഈ ചോദ്യം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. റേറ്റ് ഇക്വേഷൻ തന്നു, അപ്പൊ നമ്മൾ പറയും ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എക്സിന്റെ പവർ 1, വൈയുടെ പവർ 1, 2 എന്നെഴുതും. തെറ്റും. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഇവിടെ വരുന്നത് 1 ആണ്. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ 1 ആണ്. അതെന്താണ് മിസ് അങ്ങനെ? കാരണം ഇതൊരു സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആണ്. സ്യൂഡോ ഓർഡർ റിയാക്ഷന്റെ പ്രത്യേകതയാണ് ഒരു റിയാക്ടന്റിനെ ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണ് എങ്കിൽ എന്തു പറ്റും? അതിന്റെ കോൺസെൻട്രേഷന്റെ ചേഞ്ച് ഇൻസിഗ്നിഫിക്കന്റ് ആകും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് ലാർജ് എക്സസിൽ Y എടുത്തു കഴിയുമ്പം റേറ്റ് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ആണ്. അതായത് റിയാക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത് ഓർഡർ 2 ഉള്ള റിയാക്ഷൻ ആണ്, ഹയർ ഓർഡർ ഉള്ള റിയാക്ഷൻ ആണ്. പക്ഷെ അതിൽ ഒരു റിയാക്ടന്റ് വളരെ എക്സസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ, എക്സസ് ആയിട്ടുള്ള റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ആ റിയാക്ഷൻ എന്തായിട്ട് മാറി? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിട്ട് മാറി. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോ ദിവിടെ ഒരു സംഭവം മിസ് പഠിപ്പിച്ചു അല്ലെ. അതായത് concentration of the reactant. In such a case, the concentration of the reactant which is taken in large excess does not alter much during the course of the reaction. Large excess ഉള്ള ആളുടെ concentration എന്താണ്? ഓൾട്ടർ ആവില്ല അല്ലെ. അപ്പം അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ചെയ്യുമ്പം H2O ലാർജ് എക്സസിലുണ്ട്. അതുകൊണ്ട് തന്നെ റേറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CH3 COO C2H5 എന്നാണ് എഴുതുക. H2Oന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്? H2Oന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആണ്. അതാണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്.
നോക്കിക്കേ, H2O ഉണ്ട്. H2O എങ്ങനെയാണ്? H2O ക്യാൻ ബി ടേക്കൺ ആസ് കോൺസ്റ്റന്റ്. കാരണം എന്താണ്? അത് ലാർജ് എക്സസിലുണ്ട്. അതുകൊണ്ടാണ് റേറ്റ് ഇക്വേഷൻ എഴുതുമ്പം ഇങ്ങനെയാണ് നമ്മൾ റേറ്റ് എഴുതുന്നത്. റേറ്റ് ഇസ് ഈക്വൽ ടു K into CH3CO C2H5 ആണ് വരുന്നത്. H2Oന്റെ കോൺസെൻട്രേഷൻ അവിടെ എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് കാണുമ്പം റേറ്റ് ലോ കണ്ട് എന്ത് ചെയ്യുക? ഡയറക്റ്റ് പോയി 2 എന്ന് കൊടുക്കുന്നവർക്കൊക്കെ ഒരു മാർക്ക് ഇവിടെ തെറ്റും. ലാർജ് എക്സസിൽ ഒരാളുണ്ടെങ്കിൽ അതെന്താണ്? അത് എടുക്കേണ്ട ആവശ്യമില്ല. അതൊരു സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആണ്. ഇതൊരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്താണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ആസിഡ് ഹൈഡ്രോളിസ് ഓഫ് എസ്റ്റർ വരും. അതേപോലെ തന്നെ എന്താണ്? ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. എന്താണെങ്കിലും സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ് എന്താണ് എന്ന് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ 2 എക്സാമ്പിൾസ് ടെക്സ്റ്റിലുണ്ട്. അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയോ? ആൽക്കലൈൻ ഹൈഡ്രോളിസ് ഓഫ് എസ്റ്റർ എന്ന് പറയുന്നത് ഒരു സ്യൂഡോ ഓർഡർ റിയാക്ഷൻ അല്ല. നോക്കുക, ആൽക്കലൈൻ ഹൈഡ്രോളിസ് ഓഫ് എസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? അതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പൊ അങ്ങനെയും ചോദിക്കാം. അസേർഷൻ റീസൺ ആയിട്ടോ MCQ ഒക്കെ ആയിട്ട് ചോദിക്കാം ആൽക്കലൈൻ ഹൈഡ്രോളിസ് ഓഫ് എസ്റ്റർ എന്താണെന്ന്. അപ്പൊ നിങ്ങൾ ഹൈഡ്രോളിസ് ഓഫ് എസ്റ്റർ അത് സ്യൂഡോ ആണ് അല്ല. ആസിഡ് ഹൈഡ്രോളിസിസ് ആണെങ്കിൽ അത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആണ്. ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ആണെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ ആണ് എന്ന് തന്നെ ഓർത്തിരിക്കുക. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാം? അതും നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വളരെ അധികം ചാൻസ് ഉണ്ട്. ഓർത്ത് ഇരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The number of molecules that react with each other in an elementary reaction is a measure of the. നമുക്കറിയാം, ഒരു എലമെന്ററി റിയാക്ഷനിൽ റിയാക്ട് ചെയ്യുന്ന മോളിക്യൂളുകളുടെ എണ്ണം അല്ലെ, സൈമുൾട്ടേനിയസ്ലി കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂളുകളുടെ എണ്ണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയാക്ഷന്റെ മോളിക്യുലാരിറ്റി എന്ന്. അല്ലെ, മോളിക്യുലാരിറ്റി ഓഫ് ദ റിയാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് അതിനെയാണ്. ഓക്കെ, സെറ്റ്. അസേർഷൻ റീസൺ ചോദ്യങ്ങളിലേക്ക് പോവാം അല്ലെ. ഇൻ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ഇസ് ഡബിൾഡ് ഇറ്റ്സ് ഹാഫ് ലൈഫ് ഇസ് ഓൾസോ ഡബിൾഡ്. ഓർഡർ ഏതാണ്? ഫസ്റ്റ് ഓർഡർ ആണ്. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തു, ഹാഫ് ലൈഫ് ഡബിൾ ചെയ്തു. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് എഴുതുക. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ K. എവിടെ അതിൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ഇല്ല. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ടി ഹാഫ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. അപ്പൊ റീസൺ നോക്കിക്കേ, ഹാഫ് ലൈഫ് ഓഫ് റിയാക്ഷൻ ഡസ് നോട്ട് ഡിപെൻഡ് അപ്പോൺ ദ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. യെസ്, assertion is പൊട്ടതെറ്റ്, reason is true. അപ്പം assertion is false, reason is true. Option D is the correct answer. Reason correct ആണ്, പക്ഷെ assertion തെറ്റിപ്പോയി. Assertion is false but reason is true. Okay. Molecularity of a reaction is determined experimentally. അടുത്ത തെറ്റ് പറഞ്ഞിരിക്കുകയാണ്. മോളിക്കുലാരിറ്റി എക്സ്പെരിമെന്റലി ആണോ? ഓർഡർ എക്സ്പെരിമെന്റലി ആണ്. മോളിക്കുലാരിറ്റി തിയററ്റിക്കലി ആണ്. Assertion is wrong. Reason: molecularity is applicable only for an elementary reaction and not for a complex reaction, which is very 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 true. Molecularity elementary reactions ന് മാത്രമേ ഉള്ളൂ. Yes, true. Complex reactions ന് ഇല്ല. Assertion is പിന്നെ false, reason is true. നേരത്തെ പോലെ തന്നെ വന്നല്ലേ? Yes. ഇനി ഇതാ അടുത്ത ഗ്രാഫ് ക്വസ്റ്റ്യൻ കണ്ടോ. ഗ്രാഫ് ക്വസ്റ്റ്യൻ ഒരു ഫേവറേറ്റ് ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദി ഗ്രാഫ് ഇൻ ദി ഗിവൻ ഫിഗർ ആൻഡ് ആൻസർ. പ്രിഡിക്ട് ദി ഓർഡർ ഓഫ് ദി റിയാക്ഷൻ. നമ്മൾ പഠിച്ചതാണ് ln/r0/RT ഗ്രാഫ്. നമുക്കറിയാം അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫാണ്. കണ്ടോ, ഗ്രാഫുകൾ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ആൻസർ കിട്ടും. ഫസ്റ്റ് ഓർഡറിന് 4 ഗ്രാഫ് ഉണ്ട്. അതിലൊരു ഗ്രാഫാണ് പോസിറ്റീവ് സ്ലോപ്പ് ഉള്ള ഗ്രാഫാണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്ത് വരും? K വരും. K മാത്രമാണോ വരുന്നത്? അല്ല, ഇവിടെ ലോഗ് ആണ് വരുന്നത്. ലോഗ് വരുന്നുണ്ടെങ്കിൽ എന്ത് വരും? K/2.303 വരും. ln ആയിരുന്നെങ്കിൽ K വന്നേനെ. അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്ത് വന്നു? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു K ഡിവൈഡഡ് ബൈ 2.303. കണ്ടോ, ഗ്രാഫ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ക്വസ്റ്റ്യൻസും ഫുൾ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇത് കണ്ടോ, ലോഗ് R0/R വരുമ്പം സ്ലോപ്പ് എന്ന് പറയുന്നത് K/2.303 കിട്ടും എന്ന് നമ്മൾ പഠിച്ചു. 4ാമത്തെ കേസിലുള്ള ഗ്രാഫാണ്. യെസ്. ഇനിതാ ഡിഫൈൻ റേറ്റ് കോൺസ്റ്റന്റ് അല്ലെ. ഇന്നലത്തെ ലൈവിൽ വരെ മിസ് പറഞ്ഞിരുന്നു റേറ്റ് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K ആണ് അല്ലെ. റേറ്റ് ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു K into A raised to X into B raised to Y ആണ്. X and Y എന്താണ്? X and Y is the order of the reaction with respect to A and order of the reaction with respect to B. ചിലപ്പം X എന്താണ് Y എന്താണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. അപ്പൊ X എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. order of reaction with
റെസ്പെക്ട് ടു എ ആണ്. വിത്ത് റെസ്പെക്ട് ടു എനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നത്. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ബിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു order of the reaction with respect to B. അതാണ് y. Order of the reaction with respect to B നെയാണ് നമ്മൾ y എന്ന് വിളിക്കുന്നത്. അപ്പം ആ ഒരു ടേം ഓർത്ത് വെക്കുക. അതായത് ചിലപ്പോൾ എന്താണ് റേറ്റ് ലോ എന്താണ്, അതിന്റെ ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്യൂ എന്ന് പറഞ്ഞു തരും. അപ്പം റേറ്റ് ലോ എന്താണ് എന്ന് ചോദിച്ചാലും റേറ്റ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡ്യൂട്ടിയാണ് R is equal to K into A raised to X into B raised to Y. ഇങ്ങനെ എഴുതിയിട്ട് അതിനുശേഷം K is the rate constant where സ്ക്വയർ ബ്രാക്കറ്റിൽ എയും ബിയും അല്ലെ, കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് ബി ആണത്. ഇനി എക്സും വൈയും എന്താണ് എന്ന് എഴുതി കൊടുത്താലാണ് ആ ക്വസ്റ്റന് ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അത് ഓർത്തിരിക്കുക. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് ആണ് കെ. റേറ്റ് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ 1 moles per liter ആകുമ്പോൾ അതെന്താണ്? റേറ്റിന് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ പറയും റേറ്റ് കോൺസ്റ്റന്റ് ഡെഫിനിഷൻ എന്ന് പറയും, റേറ്റ് കോൺസ്റ്റന്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. എപ്പോ? when the concentration of each reactant is taken as unity. When concentration of each reactant is taken as unity, it is equal to the rate of the reaction. Simple. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഡെഫിനിഷൻ കൊടുത്തു, ഡിഫൈൻ ചെയ്തു, ഒരു മാർക്ക് കിട്ടി. Identify the reaction order which has a rate constant. Rate constant തന്നാൽ റിയാക്ഷന്റെ ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ യൂണിറ്റിൽ നോക്കണം. കെയുടെ യൂണിറ്റിൽ നോക്കണം. കെയുടെ യൂണിറ്റ് എങ്ങനെയാണ്? മോൾ റേസ് ടു -1 ലിറ്റർ റേസ് ടു 1 per second. ഓക്കെ, മോൾ റേസ് ടു -1 ലിറ്റർ റേസ് ടു 1 per second ആണ്. അപ്പൊ നമുക്കറിയാം ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? ജനറൽ ഇക്വേഷൻ മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n - 1 per second ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 - n കറസ്പോണ്ടിങ് ആണ് ഈ -1. n-1 കറസ്പോണ്ടിങ് ആണ് 1. അപ്പൊ ഏതെങ്കിലും ഒന്ന് എടുത്താൽ അത് നമുക്ക് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഞാനിങ്ങനെ 1 - n എന്ന് പറയുന്നത് -1 ആണ്. അതായത് n എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലെ. എന്ന് പറയുന്നത് 2 ആണ്. 1 - 2 ആണ് -1 വരുന്നത്. സോ ഓർഡർ എത്ര വരും? ഓർഡർ ഇസ് ഈക്വൽ ടു 2. അപ്പം ഈ ഒരു കാര്യവും എന്ത് ചെയ്യുക? ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കുക. എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്. അതായത് ഇക്വേഷന്റെ കെയുടെ വാല്യൂ നമുക്ക് തന്നിട്ട് അത് ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് ചോദിക്കും. നമുക്ക് ആകെ അറിയേണ്ടത് ഈ ഒരു കാര്യമാണ്. ഈ ഒരു ജനറൽ ഇക്വേഷൻ ആണ് മോൾ റേസ് ടു 1 - n. അവിടെയും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ജനറൽ ഇക്വേഷൻ മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n - 1 per second എന്നാണോ, അതോ മോൾ റേസ് ടു n - 1 ലിറ്റർ റേസ് ടു 1 - n per second എന്നാണോ? ഒരെണ്ണം കിട്ടി അപ്പുറത്ത് തിരിച്ചു എഴുതേണ്ടത്. പക്ഷെ ഇതാണോ എന്ന് കൺഫ്യൂഷൻ വരും. അപ്പൊ ആ സമയത്ത് ഓർത്തിരിക്കാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മള് ഇവിടെ മോൾ എന്നല്ല എഴുതുന്നേ. മോൾ എന്ന് എഴുതുമ്പോ അവസാനം ഒരു എൽ അല്ലേ. അപ്പൊ ഇവിടെ ഒരു L ആണ്, അതിന്റെ തൊട്ടടുത്ത് വരുന്നത് 1 ആണ്. അപ്പൊ രണ്ടുപേരും ഒരേപോലെയാണ് എഴുതുന്നത്. ഇവിടെ L കഴിഞ്ഞ് N ആ എഴുതുന്നത്. അപ്പം ഇതല്ല. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ഇത് തെറ്റില്ല. മോൾ റേസ് ടു 1 - n ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇവിടെ ആദ്യത്തെ ടേമിൽ 1 - n ആണെങ്കിൽ ലിറ്ററിന് n - 1 ആണെന്ന് ഈസി ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ഒരു L ഈ ഒരു വര ഒരു വലിയ വര ചെറിയ വര ആ സാധനം എന്ത് ചെയ്യുക? ഓർത്ത് ഇരിക്കാം. ആ ചോദ്യം കഴിഞ്ഞില്ല. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ടേബിൾ വരച്ചുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ് എല്ലാവർക്കും പേടി വരുന്നത്. ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം 2025 ബോർഡ്സിനും അതേപോലെ തന്നെ കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് നിങ്ങളെ പേടിപ്പിക്കണം, ക്വസ്റ്റ്യൻ ഇച്ചിരി ടഫ് ആക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ടാബുലാർ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. പക്ഷെ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിരിക്കും ചെയ്യാൻ. പക്ഷെ ടേബിൾ കാണുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? അയ്യോ മിസ് ടേബിൾ എന്ന് പറഞ്ഞ് പേടിക്കും. പക്ഷെ പേടിക്കണ്ട, നോക്കാം. ഇനി മുതൽ ടേബിൾ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഹായ്, നമ്മൾ പഠിച്ച ടേബിൾ എന്ന് നോക്കും. അപ്പൊ ഇവിടെ നോക്കാം. റിയാക്ടന്റ് എ underwent a decomposition reaction. ഓക്കെ ആയിക്കോട്ടെ. ദ കോൺസെൻട്രേഷൻ ഓഫ് എ നമ്മൾ റെക്കോർഡ് ചെയ്തു. നമുക്ക് എന്താ കാണേണ്ടത്? റേറ്റ് ലോ എഴുതണം, ഓർഡർ കണ്ടുപിടിക്കണം, റേറ്റ് എക്സ്പ്രഷൻ എഴുതണം, റേറ്റ് ലോ എഴുതണം. അപ്പൊ നോക്കാം, നമ്മൾ ഇവിടെ നോക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്തായിരുന്നു? 0.4 ആയിരുന്നു. 0.4ൽ നിന്ന് എയുടെ കോൺസെൻട്രേഷൻ 0.2 ആയി. 0.4ൽ നിന്ന് 0.2, അതായത് 0.4ന്റെ പകുതിയായി. ഇനിഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് അതിന്റെ പകുതി ആവാൻ എടുത്ത സമയം വിച്ച് ഇസ് അതിന്റെ T½ അല്ലേടാ. ആദ്യം ഉണ്ടായിരുന്ന കോൺസെൻട്രേഷനിൽ നിന്ന് അതിന്റെ പകുതി ആവാൻ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ T½ അല്ലേടാ. അപ്പൊ T½ എന്ന് പറയുന്നത് എത്രയാണ്? 1 മണിക്കൂറാണ്. ടൈം അവേഴ്സിൽ തന്നിരിക്കുന്നത് 1 hour ആണ്. ഓക്കെ ആയിക്കോട്ടെ. നോക്കാം, ഇനി നോക്കാം.
0.2 നിന്ന് 0.1 ആവുകയാണ്. അപ്പൊ 0.2 നിന്ന് 0.1 ദേ വീണ്ടും പകുതി ആവാൻ എടുക്കുന്ന സമയം എത്രയാണ്? 1 മണിക്കൂറാണ്. ഓക്കെ, ഇനി നോക്കാം. 0.1 നിന്ന് 0.05 ആവുകയാണ്. 0.1 നിന്ന് 0.05 ആവുകയാണ്. ദേ വീണ്ടും പകുതി ആവുന്നു, 1 മണിക്കൂർ. അതായത് ടി ഹാഫ് കോൺസ്റ്റന്റ് ആയിട്ടാണ് വരുന്നത്. ടി ഹാഫ് കോൺസ്റ്റന്റ് ആണ്. ടി ഹാഫ് കോൺസ്റ്റന്റ് ആവുന്നത് ഏത് റിയാക്ഷനിലാണ്? ടി ഹാഫ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693/k എന്നുള്ള ഇക്വേഷൻ വരുന്ന ഇത് ഏതിലാണ് നമുക്കറിയാം. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ടി ഹാഫ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കും. ടി ഹാഫ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. ഇനി ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആയിരുന്നെങ്കിലോ മിസ്? അങ്ങനെ ആയിരുന്നെങ്കിൽ ടി ഹാഫ് അവർ തരുവാണെങ്കിൽ ടി ഹാഫ് കുറഞ്ഞു വന്നേനെ. അപ്പൊ നമുക്ക് പറയാനായിട്ട് പറ്റും ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. പക്ഷെ മോസ്റ്റ്ലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിട്ടാണ് തരുന്നത്. കാരണം അപ്പൊ നമുക്ക് മനസ്സിലാവും ആ ടി ഹാഫ് എല്ലാത്തിലും കോൺസ്റ്റന്റ് ആണ്, അതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പം ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ റേറ്റ് എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. റേറ്റ് ഇസ് ഈക്വൽ ടു k ഇൻറ്റു എയുടെ കോൺസെൻട്രേഷൻ റേസ് ടു 1 അല്ലെ? സിമ്പിൾ ക്വസ്റ്റ്യൻ, 2 മാർക്ക് നമുക്ക് കിട്ടി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പോവാണ്. റിയാക്ഷൻ ഓർ ക്വസ്റ്റ്യൻ ആയിരുന്നു. റിയാക്ഷൻ H2I2 തമ്മിലുള്ള റിയാക്ഷൻ നമ്മൾ നോക്കി. അതിന്റെ റേറ്റ് എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ചുമ്മാ നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല, എന്നാലും നമുക്ക് ഓർഡർ എഴുതാം അല്ലെ? ഓർഡർ എത്ര വരും? ഓർഡർ ഇസ് ഈക്വൽ ടു 2 ആണ്. H2⁻1 I2⁻1. അപ്പൊ ഓർഡർ എന്ന് പറഞ്ഞാൽ 1 + 1 2 ഇസ് മാക്സ് അല്ലെ? 2 കിട്ടി. ഇനി 1 മോള് ശ്രദ്ധിച്ചിരിക്കുക, 1 മോള് H2നെ ഞാൻ എന്ത് ചെയ്തു? റിയാക്ഷൻ ചേംബറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. 1 mole of H2 is added to the reaction chamber and temperature is kept constant. 1 മോള് ആഡ് ചെയ്ത് കൊടുത്തു, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. കണ്ടോ? 1 മോള് H2നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ഇതൊക്കെ എന്തിനാണ് ഇവര് പറയുന്നത്? കാരണം ഇവർ ചോദിച്ചിരിക്കുന്നത് ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് റിയാക്ഷനും റേറ്റ് കോൺസ്റ്റന്റും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റേറ്റ് കോൺസ്റ്റന്റ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? റേറ്റ് കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചറിനെയാണ്. ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ് റേറ്റ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ മാറിയ റേറ്റ് കോൺസ്റ്റന്റ് മാറും. പക്ഷെ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചു, അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? റേറ്റ് കോൺസ്റ്റന്റ് ചേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, there is no change in rate constant as we kept the temperature constant. 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്, 1 മാർക്ക് കിട്ടി. ഇനി ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 1 മോള് H2 ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, 1 മോള് H2 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ H2ന്റെ നമ്പർ ഓഫ് മോൾസ് കൂടി. അപ്പൊ നമുക്കറിയാം കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോള്യം ആണ്. കാരണം മൊളാരിറ്റി ആണ് നമ്മൾ എടുക്കുക. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ ആണ് അല്ലെ? മോൾസ് പെർ ലിറ്റർ എന്നല്ല എഴുതുന്ന കോൺസെൻട്രേഷന്. അപ്പോ നമ്പർ ഓഫ് മോൾസ് കൂടിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? നമ്പർ ഓഫ് മോൾസ് കൂടിയാൽ കോൺസെൻട്രേഷൻ കൂടും. നമ്മൾ ഓൾറെഡി ഇന്നത്തെ ക്ലാസ്സിൽ വോളിയം ചേഞ്ചിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വോളിയത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്പർ ഓഫ് മോൾസ് കൂടുമ്പം കോൺസെൻട്രേഷൻ കൂടും, വോളിയം കുറയുമ്പം കോൺസെൻട്രേഷൻ കൂടും അല്ലെ? അപ്പം ഈ ഒരു കാര്യത്തില് ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമുക്ക് ബോർഡിന് ചോദ്യം വന്നിരിക്കുന്നത്. ഈ ഒരു റിലേഷൻ നമ്മൾ ഇന്നലെ ഓൾറെഡി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇന്നലത്തെ 1 ഷോട്ട് റിവിഷനിൽ ചെയ്തു അല്ലെ? 1 ഷോട്ട് റിവിഷനിൽ ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് പറയും? റേറ്റ് കോൺസ്റ്റന്റിന് there is no change in the rate constant as there is no change in the temperature. ഇനി എന്താണ്? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസസ് because we add 1 mole of H2 which increases the concentration of H2. അപ്പം when we add 1 mole of H2, the concentration of H2 increases. So rate of the reaction increases accordingly. അല്ലെ? H2ന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് ദ റിയാക്ഷനും
കൂടുന്നുണ്ട്. അപ്പൊ 2 മാർക്കിന് എഴുതേണ്ട ആ കാര്യം മനസ്സിലായല്ലോ? യെസ്, 2 മാർക്കിന് എഴുതേണ്ട കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി. 2 മാർക്ക് കിട്ടി. സിമ്പിൾ ആയിരുന്നു. ഈ ഒരു ചോദ്യം കണ്ടോ, നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺസെപ്റ്റ് അറിയാമോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ചോദ്യമാണ് അല്ലെ. കോൺസെപ്റ്റ് അറിയാത്ത ഒരാള് ഇവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോവും. പക്ഷെ കോൺസെപ്റ്റ് അറിയുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അപ്പൊ ഇക്കൊല്ലം എന്ത് ചെയ്യാം, ന്യൂമറിക്കൽ പോലെയും ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. നമ്പർ ഓഫ് മോൾസ് കൂടി, അപ്പൊ ഇത് എത്ര തവണ കൂടി എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ വോളിയത്തിന്റെ ന്യൂമറിക്കൽ ആയിട്ടും ചോദിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുക, റിയാക്ഷൻ സെക്കൻഡ് ഓർഡർ ഇൻ എ. ഓക്കെ, അപ്പൊ ഞാൻ റേറ്റ് ഇക്വേഷൻ എഴുതുകയാണ് കേട്ടോ. പറയുമ്പോൾ തന്നെ റേറ്റ് ഇക്വേഷൻ എഴുതുകയാണ്. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എയുടെ ഓർഡർ 2 ആണ് അല്ലെ. സെക്കൻഡ് ഓർഡർ ഇൻ എ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എയുടെ പവർ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഫസ്റ്റ് ഓർഡർ ഇൻ ബിയുടെ പവർ 1 ആണ്. ഹൗ ഇസ് ദ റേറ്റ് അഫക്റ്റഡ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് എ ആൻഡ് ബി ആർ ഡബിൾഡ്? അപ്പൊ എയുടെ റേറ്റ് എന്ന് പറയുന്നത് എത്രയായി? എയുടെ കോൺസെൻട്രേഷൻ 2a ആയി, അതിനെ സ്ക്വയർ ചെയ്തു. ബിയുടെ കോൺസെൻട്രേഷൻ 2b ആയി. അപ്പൊ നമുക്കറിയാം k ഇൻറ്റു 2ന്റെ സ്ക്വയർ 4 വരും. 4a സ്ക്വയർ ഇൻറ്റു 2b. അപ്പൊ 4 ഇൻറ്റു 2 8. 8 ഇൻറ്റു k ഇൻറ്റു a സ്ക്വയർ ഇൻറ്റു b എന്ന് വന്നു അല്ലെ. അപ്പൊ 8 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. എന്ത് പറ്റി? റേറ്റ് ഇൻക്രീസസ് 8 ടൈംസ്. 8 ടൈംസ് ആയിട്ട് റേറ്റ് കൂടി അല്ലെ. റേറ്റ് ഇൻക്രീസസ് 8 ടൈംസ്. ഇനി നോക്കാം, റൈറ്റ് ദ യൂണിറ്റ് ഓഫ് കെ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ്, റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം കെ ഇസ് ഈക്വൽ ടു മോൾ റേസ് ടു 1 മൈനസ് എൻ ലിറ്റർ റേസ് ടു n മൈനസ് 1 പെർ സെക്കൻഡ്. എന്നിന്റെ വാല്യൂ 0 കൊടുക്കാം. അപ്പൊ കെ ഇസ് ഈക്വൽ ടു മോൾ റേസ് ടു 1 മൈനസ് 0 1 ആണ്. ലിറ്റർ റേസ് ടു 0 മൈനസ് 1 എന്ന് പറയുമ്പോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് അല്ലെ. സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റും റേറ്റിന്റെ യൂണിറ്റും സെയിം ആണ്. അതും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏത് ഓർഡർ റിയാക്ഷൻ ആണ് റേറ്റിനും റേറ്റ് കോൺസ്റ്റന്റിനും ഒരേ യൂണിറ്റ് ഉള്ളത്? ഇറ്റ് ഇസ് ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. ഇപ്പം ഈ ഒരു ചോദ്യം എവിടെ ചെയ്തപ്പം ഈ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇങ്ങനെ ചോദ്യം തന്നു, റിയാക്ഷൻ സെക്കൻഡ് ഓർഡർ ഇൻ എ ആൻഡ് ഫസ്റ്റ് ഓർഡർ ഇൻ ബി എന്ന് പറഞ്ഞു തന്നു. ഇനി നമ്മളുടെ അടുത്ത് ചോദിക്കുകയാണ് ഹൗ ഇസ് ദ റേറ്റ് അഫക്റ്റഡ്. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇത്തവണ വരാൻ ചാൻസ് ഉള്ള ചോദ്യം എന്നുള്ള രീതിയിലാണ് മിസ് പറയുന്നത് കേട്ടോ. റേറ്റ് അഫക്റ്റഡ് വെൻ, ഇത് 2025 ബോർഡ്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് ഇക്കൊല്ലം ബോർഡ്സിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്നുള്ള രീതിയിലാണ് മിസ് ഇത് പറയുന്നത്. വെൻ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് എ ആൻഡ് ബി ആർ ഡബിൾഡിന് പകരം നിങ്ങളുടെ അടുത്ത് പറയാണ് വെൻ വോള്യം ആണ് ഞാൻ ഡബിൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എയുടെയും ബിയുടെയും വോള്യം ഞാൻ ഡബിൾ ചെയ്യാൻ പോവാണ്. അപ്പൊ വോള്യം ഡബിൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ അറിയാമോ എന്ന് നോക്കണം അല്ലെ. വോള്യം ആണ് ഞാൻ ഡബിൾ ചെയ്തിരിക്കുന്നത്. വോള്യം ഓഫ് ബോത്ത് എ ആൻഡ് ബി ആർ ഡബിൾ. ഇങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. അയ്യോ, എങ്ങനെ ചെയ്യും മിസ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ നോക്കുമ്പം വോള്യം ഡബിൾ ചെയ്തു എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലെ. വോള്യം ഇസ് ഡബിൾഡ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലെ. വെൻ വോള്യം ഇസ് ഡബിൾ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, വോള്യം ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം അല്ലെ. വോള്യം ഡബിൾ ചെയ്തു. അപ്പൊ നമുക്കറിയാം കോൺസെൻട്രേഷൻ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോള്യം ആണ് അല്ലെ. കോൺസെൻട്രേഷനും വോള്യവും ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലാണ്. അപ്പൊ വോള്യം എന്ന് പറയുന്നത് ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? വോള്യം 2 ആയിട്ട് മാറി. വോള്യം ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്തായി എന്ന് പറയണം? ഹാഫ് ആയി എന്ന് പറയണം. ഇത് ഇൻറ്റു 2 വരുമ്പം ഇവിടെ എങ്ങനെയാണ്? ഡിവൈഡഡ് ബൈ 2 ആണ് വരിക അല്ലെ. ഹാഫ് ആയി, കോൺസെൻട്രേഷൻ ഹാഫ് ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാലോ. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ എന്തായിട്ട് മാറി? എയുടെ പകുതി ആയിട്ട് മാറി സ്ക്വയർ. ബി എന്ന് പറഞ്ഞാൽ ബിയുടെ പകുതി ആയിട്ട് മാറി. സോ റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ വരുവടാ? 1/8 ടൈംസ് കെ എ സ്ക്വയർ ഇൻറ്റു ബി എന്നാണ്. കണ്ടോ? അപ്പം എന്തായി? 1/8 ടൈംസ് ആയിട്ട് മാറി. അപ്പം വോള്യത്തിൽ ചേഞ്ച് വന്നാലും നമ്പർ ഓഫ് മോൾസ് കൂടുതൽ ആഡ് ചെയ്താലും കോൺസെൻട്രേഷൻ മാറ്റിയാലും ഒക്കെ ഇനിയിപ്പോൾ റേറ്റിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൈ ഇസ് മോളിക്കുലാരിറ്റി അപ്ലിക്കബിൾ ഓൺലി ഫോർ എലിമെന്ററി റിയാക്ഷൻസ് ആൻഡ് ഓർഡർ ഇസ് അപ്ലിക്കബിൾ ഫോർ എലിമെന്ററി ആസ് വെൽ ആസ് കോംപ്ലെക്സ് റിയാക്ഷൻ? അപ്പം ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ ചോദ്യമാണ്.
മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത് എലിമെന്ററി റിയാക്ഷൻസിന് മാത്രമാണ് അപ്ലിക്കബിൾ. അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞു. കോംപ്ലക്സ് റിയാക്ഷനുകൾ ഒരുപാട് സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. എലിമെന്ററി റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുമ്പം കോംപ്ലക്സ് റിയാക്ഷൻസ് ഒരുപാട് സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ കോംപ്ലക്സ് റിയാക്ഷൻ എടുക്കുമ്പം ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട്. അപ്പൊ മുഴുവനായിട്ടുള്ള റിയാക്ഷന്റെ മോളിക്യുലാരിറ്റി എന്ന് പറയാൻ നമുക്ക് ഇല്ല. അത് മീനിങ്ലെസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മോളിക്യുലാരിറ്റി എലിമെന്ററി റിയാക്ഷൻസിന് മാത്രമേ ഉള്ളൂ, അല്ലെ? റിയാക്ഷൻസ് ഒക്കെ ഇങ്ങനെ സിംഗിൾ സ്റ്റെപ്പ് ആണ് എന്താ നമ്മൾ പറയുന്നത് എലിമെന്ററി റിയാക്ഷൻസ്. മോളിക്യുലാരിറ്റി refers to how many reactant molecules are involved in reaction. Hence molecularity elementary reaction നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് പറയാം. പക്ഷെ a number of chemical reactions are കോംപ്ലക്സ്, അല്ലെ? ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് വരുമ്പോഴാണ് നമ്മൾ അതിനെ കോംപ്ലക്സ് റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ദേ ടേക്സ് പ്ലേസ് എ സീരീസ് ഓഫ് എലിമെന്ററി സ്റ്റെപ്സ്. അപ്പം ഒരുപാട് സ്റ്റെപ്പുകൾ വരുന്നു. അപ്പൊ അതിന്റെ മോളിക്യുലാരിറ്റി നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് കോംപ്ലക്സ് റിയാക്ഷന്റെ മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ് എന്ന് പറയുന്നത്. ഇനി കോംപ്ലക്സ് റിയാക്ഷൻ എടുത്താലും എലിമെന്ററി റിയാക്ഷൻ എടുത്താലും ഓർഡർ നമുക്ക് പറയാനായിട്ട് പറ്റും. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് ഇതിങ്ങനെ എഴുതാം. അതായത് എന്താണ് ഓർഡർ? അപ്പം എലിമെന്ററി റിയാക്ഷൻ ഞാൻ എടുക്കുകയാണ്. എലിമെന്ററി റിയാക്ഷൻ ഞാൻ എടുത്തു. അതേപോലെ തന്നെ കോംപ്ലക്സ് റിയാക്ഷനും ഞാൻ എടുത്തു. എലിമെന്ററി റിയാക്ഷനും ഞാൻ എടുത്തു, കോംപ്ലക്സ് റിയാക്ഷനും ഞാൻ എടുത്തു. എലിമെന്ററി റിയാക്ഷന്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആണെന്ന് അറിയാമോ മക്കളെ? ഓർഡർ എന്ന് പറഞ്ഞാൽ മോളിക്യുലാരിറ്റിക്ക് ഈക്വൽ ആണ്. ഫോർ ആൻ എലിമെന്ററി റിയാക്ഷൻ ഓർഡർ ആൻഡ് മോളിക്യുലാരിറ്റി ആർ ഈക്വൽ. ഇതും 2025 ബോർഡ്സിന് ചോദിച്ച ചോദ്യമാണ്. ഏത് റിയാക്ഷനിലാണ് ഓർഡറും മോളിക്യുലാരിറ്റിയും ഈക്വൽ ആയിട്ട് വരുന്നത്? എലിമെന്ററി റിയാക്ഷനിലാണ്. ഇനി കോംപ്ലക്സ് റിയാക്ഷനിലേക്ക് വരുമ്പോൾ ഫോർ കോംപ്ലക്സ് റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഫോർ കോംപ്ലക്സ് റിയാക്ഷൻ ഓർഡർ എന്ന് പറയുന്നത് മോളിക്യുലാരിറ്റി ഓഫ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആണ്. സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ അഥവാ സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് വിളിക്കും. അപ്പൊ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഏതാണോ അതിന്റെ മോളിക്യുലാരിറ്റി ആണ് കോംപ്ലക്സ് റിയാക്ഷന്റെ ഓർഡർ. ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് മിസ്സി ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരുപാട് തവണ ബോർഡ്സിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. H2O2 ആൽക്കലൈൻ മീഡിയത്തിൽ ഡികമ്പോസ് ചെയ്യാണ് H2Oയും O2 ആയിട്ട്. അത് 2 സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു കോംപ്ലക്സ് റിയാക്ഷൻ ആണ്. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് വിളിക്കും. റേറ്റ് തീരുമാനിക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആണ്. അപ്പൊ ഇവിടെ നോക്കുക, സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ മോളിക്യുലാരിറ്റി നോക്കി. ഇവിടെ ഒരു H2O2ഉം ഒരു I മൈനസും. മോളിക്യുലാരിറ്റി എത്രയാ വരുന്നത്? മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത് 2 ആണ്. മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഓർഡറും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റേറ്റ് നമ്മൾ ഇങ്ങനെ എഴുതി K × H2O2 × I മൈനസ്. ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇനിയും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. കാരണം ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ആകെയുള്ള ഒരു എക്സാമ്പിൾ ഇതാണ്. സോ ഇതല്ലാതെ വേറെ ചോദ്യങ്ങൾ പുറത്തുനിന്ന് വരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു കാര്യവും പഠിച്ചു. 2 മാർക്ക് കിട്ടി. ഇനി നോക്കുക, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? എന്താണ് ഹാഫ് ലൈഫ് ഓഫ് റിയാക്ഷൻ? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻസ് വിച്ച് അപ്പിയർ ടു ഫോളോ ഹയർ ഓർഡർ കൈനറ്റിക്സ് ബട്ട് ഫോളോ ലോവർ ഓർഡർ കൈനറ്റിക്സ്. അതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഹാഫ് ലൈഫും നമുക്ക് എന്താണെന്ന് അറിയാം. എന്താണ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ഇനിഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് അതിന്റെ പകുതി കോൺസെൻട്രേഷൻ ആവാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചോദ്യം ചെയ്യാം. നോക്കാം, ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് നമുക്ക് തന്നു. K is equal to 0.003 എന്ന് തന്നു. അതിന് ഞാനിങ്ങനെ 3 × 10⁻³ എന്ന് എഴുതാണ് കേട്ടോ. 3 × 10⁻³ moles per liter per second. Okay, how long will it take? അപ്പൊ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.1 മോളാർ ആണ്. ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.075 ആണ്. ഇറ്റ് ഇസ് എ ഫസ്റ്റ് സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പൊ നമുക്കറിയാം K is equal to R0 minus R by T ആണ്. ടൈം is equal to R0 minus R
ബൈ കെ ആണ് ടൈം എന്ന് പറയുന്നത്. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്താണ് ടൈം അല്ലേ? R0 എത്രയായിരുന്നു? 0.1 നിന്ന് എത്ര കുറയ്ക്കണം? 0.075 divided by 3 into 10 raised to minus 3, which is equal to 0.025 divided by 3 into 10 raised to minus 3. അപ്പൊ നമുക്കറിയാം മുകളിലും 10 raised to minus 3 ഉണ്ട്, താഴെയും 10 raised to minus 3 ഉണ്ട്. വെട്ടിക്കളഞ്ഞു. 25/3 എന്ന് പറയുമ്പം 3 8s are 24, ഒന്ന് ബാക്കി വരും. അപ്പം 3 3s are 9. അപ്പൊ 8.33 seconds എന്ന് പറഞ്ഞ് ആൻസർ കിട്ടും. സിമ്പിൾ ചോദ്യം അല്ലെ? യെസ്. നോക്കുക, ബി ക്വസ്റ്റ്യൻ നോക്കുക. ദ ഡീകമ്പോസിഷൻ ഓഫ് NH3 ഓൺ പ്ലാറ്റിനം സർഫസ്. സി, ഈ ഒരു ചോദ്യം എല്ലാവരും തെറ്റിക്കുന്ന ചോദ്യമാണ്. വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ മിസ് പഠിപ്പിച്ചു തരാം. NH3 പ്ലാറ്റിനം സർഫസിൽ അത് ഡീകമ്പോസ് ചെയ്യണം. ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതാം. അത് 0 ഓർഡർ റിയാക്ഷൻ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതാം. NH3 is equal to N2 plus H2 അല്ലെ? ബാലൻസ് ചെയ്യാം അല്ലെ? N2 plus 3H2 giving 2NH3 ആണ്. ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതണം, മസ്റ്റ് ആണ്. ഇനി റേറ്റ് ഓഫ് ദ റിയാക്ഷൻ നമുക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. റേറ്റ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഇത് എന്ത് റിയാക്ഷൻ ആണെടാ? 0 ഓർഡർ റിയാക്ഷൻ ആണ്. ഫോർ 0 ഓർഡർ റിയാക്ഷൻ റേറ്റ് ഇസ് ഈക്വൽ ടു K into concentration of NH3 ഹോൾ റേസ് ടു 0. അതായത് റേറ്റ് എന്ന് പറഞ്ഞാൽ കെന് ഈക്വൽ ആണ്. അതായത് റിയാക്ഷന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, കെയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. 2.5 into 10 raised to minus 4 ആണ് റേറ്റ്. ഓക്കെ, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ അതാണ്. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് അത്രയും മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. സെറ്റ് ആണല്ലോ. ഇനി നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് N2 and H2 എന്താണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് N2 and H2 ആണ്. അപ്പൊ നമുക്കറിയാം റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് N2 and H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് N2 എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H2 എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞു തന്നത്. റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ, റേറ്റ് ഓഫ് ഫോർമേഷൻ ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എടുക്കുക ഇൻറ്റു റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. അപ്പൊ N2ന്റെ സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആണ്. 1 into rate of the reaction. So it is equal to 2.5 into 10 raised to minus 4 എന്ന് വരും. മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. മോൾസ്. സി, യൂണിറ്റ് എഴുതുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യൂണിറ്റും കൂടി എഴുതിയില്ലെങ്കിൽ ഹാഫ് മാർക്സ് അവിടെ കുറയ്ക്കും. യൂണിറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇനി H2ന്റെ സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എത്രയാണ്? 3 ആണ് അല്ലെ? അപ്പൊ 3 into rate. 3 എത്രയാടാ? 3 into 2.5. 3 into 2.5 into 10 raised to minus 4. അതായത് 25ന്റെ 3 അല്ലെ? അപ്പൊ 7.5 into 10 raised to minus 4 moles per liter per second. ഓക്കെ, സെറ്റ് ആണോ? അപ്പം നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്തതും ടാബ്ല ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഇക്കൊല്ലം ബോർഡ്സിനും ചോദിക്കും. 2025 ചോദിച്ചു. നിങ്ങൾക്ക് ഇത്തവണയും ബോർഡ്സിന് എന്താണെങ്കിലും ടാബുലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. എക്സ്പെരിമെന്റൽ ഡാറ്റ തരും, അതിൽ നിന്ന് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് 3 മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ നോക്കിക്കേ, നമുക്ക് റിയാക്ഷൻ തന്നിട്ടുണ്ട്. എയും ബിയും പ്രോഡക്റ്റ് ആവുകയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് ബി ആണ്. അതായത് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ലെറ്റ് ദ റേറ്റ് ഇക്വേഷൻ ബി എന്നെഴുതുക. റേറ്റ് ഇസ് ഈക്വൽ ടു K into concentration of A raised to X and concentration of B raised to Y. എന്നിട്ട് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്ത് പറയണം എന്ത്? വേർ എക്സ് ആൻഡ് വൈ, എക്സും വൈയും എന്ന് പറയുന്നത് എന്താണ്? ആർ ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ, റിയാക്ഷന്റെ ഓർഡർ ആണ് വിത്ത് റെസ്പെക്ട് ടു. അതിനെയാണ് ഞാൻ WRT എന്ന് എഴുതുന്നത്. നിങ്ങൾ എക്സാമിന് വിത്ത് റെസ്പെക്ട് ടു എന്ന് എഴുതണം. A and B എന്നെഴുതണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മളുടെ ബാക്കി പരിപാടി സിമ്പിളായിട്ട് ഇത് സോൾവ് ആവുന്ന മിസ് കാണിച്ചു കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ നോക്കിക്കോ. നമ്മളിവിടെ ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എങ്ങനെയാണെടാ. റേറ്റ് ഇസ് ഈക്വൽ ടു K into concentration of A all raised to X and concentration of B all raised to Y എന്നാണ് അല്ലെ? ഇനി ഞാൻ ചെയ്യാൻ പോവാണ്.
ഇവിടെ ദാ മൂന്ന് ഡാറ്റ തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഞാൻ ആദ്യത്തെ റേറ്റ് എഴുതി 0.05 is equal to k into കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 0.1 ആണ്. എയുടെ പവർ എനിക്കറിയില്ല, എക്സ് എന്ന് കൊടുത്തു. കോൺസെൻട്രേഷൻ ഓഫ് ബി 0.1 ആണ്, പവർ അറിയില്ല, വൈ എന്ന് കൊടുത്തു. ഇതിനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിക്കുകയാണ്. ഓക്കെ, എസ് എൽ നമ്പർ 1 ആണ്, അതുകൊണ്ടാണ് ഇക്വേഷൻ 1 എന്ന് വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അടുത്തത് ഏത് ഇക്വേഷൻ എടുക്കണം? ഇക്വേഷനുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്താണ് നമ്മൾ എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണേ. അപ്പൊ അടുത്തത് ഏത് ഇക്വേഷൻ എടുക്കണം എന്ന് എങ്ങനെയാ അറിയോ മനസ്സിലാക്കുക? നമ്മൾ നോക്കുക, ഒരേപോലെ ഉണ്ടാവും, ഡാറ്റയിൽ എന്താണെങ്കിലും ഒരേപോലെ ഉണ്ടാവും. ഇവിടെ 0.1, ഇവിടെ 0.1. അപ്പൊ എന്താ നമ്മൾ അടുത്തത് എടുക്കേണ്ടത്? ഇക്വേഷൻ 3-നെയാണ്. അപ്പൊ ഇക്വേഷൻ 3-നെ ഞാൻ കൺസിഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തെടുക്കും? നമുക്കറിയാം 0.05 is equal to k into concentration of 0.1 whole raised to x and 0.2 whole raised to y. കണ്ടോ, ഇപ്പൊ ഞാൻ എന്തിനാ ഒരേപോലെ ഉള്ള എടുത്തത്? ഇപ്പൊ ഞാൻ ഇവര് തമ്മിൽ ഡിവൈഡ് ചെയ്യാണ്. 1-നെയും 3-നെയും തമ്മിൽ ഞാൻ ഡിവൈഡ് ചെയ്താൽ ഇവര് ഈസി ആയിട്ട് കട്ട് ചെയ്തു പോകും അല്ലെ? ഇവന്മാര് കട്ട് ചെയ്തു പോകും. വൈനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 2 വേരിയബിൾസ് ഉണ്ട്, 2 ഇക്വേഷനുകൾ. നമ്മൾ എന്ത് ചെയ്യണം? അതിലൊരു വേരിയബിളിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? മറ്റവനെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? സിമ്പിൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്തു അല്ലെ? ഇവരെ തമ്മിൽ ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണ് എങ്കിൽ എന്ത് പറ്റും? 0.5 0.05 0.05 1 ആണ്. കെയും ഇതും വെട്ടിപ്പോയി അല്ലെ? ഇതും നമ്മൾ വെട്ടിക്കളഞ്ഞു, ഇതും വെട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 0.1 by 0.2. അപ്പൊ 0.1 by 0.2-നെ ഹോൾ റേസ് ടു y എന്ന് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഹോൾ റേസ് ടു y. എന്തോ ഒരു സാധനത്തിന്റെ പവർ എടുത്തപ്പോൾ 1 കിട്ടിയെങ്കിൽ വൈയുടെ വാല്യൂ എത്രയാണ്? 0 ആണ് അല്ലെ? ഒരു നമ്പർ റേസ് ടു 0 ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്. അപ്പൊ വൈയുടെ വാല്യൂ 0 ആണ്. സിമ്പിൾ. ഇനി നമുക്ക് ആരെയാ കണ്ടുപിടിക്കേണ്ടത്? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ y ഈക്വൽ ആയിട്ട് എടുത്താൽ മതി. ഈ ഇക്വേഷൻ 1 and 2 എടുക്കാം. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ 0.05 is equal to 0.1 whole raised to x, k into 0.1 whole raised to x and 0.1 whole raised to y. ഇനി ഇത് ഇക്വേഷൻ 1 ആണ്. ഇക്വേഷൻ 2 എടുക്കുകയാണ് എങ്കിൽ എന്ത് വരും? 0.1 is equal to k into 0.2 whole raised to x and 0.1 whole raised to y. ശരിയാണ്. 1ഉം 2ഉം തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0.05 divided by 0.1 എന്ന് പറയുമ്പം എന്ത് കിട്ടും? 0.5 എന്ന് കിട്ടും. 0.5 is equal to എന്ത് കിട്ടും? 0.1 by 0.2 1/2 അല്ലേ? 1/2 ഹോൾ റേസ് ടു എക്സ്. അതായത് 0.5 എന്ന് പറഞ്ഞാലും എന്താടാ? 1/2 ആണ് അല്ലേ? 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പൊ 1/2 is equal to 1/2 ഹോൾ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. എക്സ് 1 ആണ്, വൈ 0 ആണ്. അപ്പം ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്നത് 1 ആണ്. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് 0 ആണ്. അപ്പം ഫൈനൽ ഓർഡർ, ഓവറോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് x പ്ലസ് വൈ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ആണ്. ഇനി ഇതേ ടാബുലർ ക്വസ്റ്റ്യന് നിങ്ങളുടെ അടുത്ത് എന്ത് ചോദിക്കാം എന്നറിയോ? റേറ്റ് എക്സ്പ്രഷൻ എഴുതൂ, റേറ്റ് ലോ എഴുതൂ എന്ന് ചോദിക്കും. അപ്പൊ k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് എഴുതാം അല്ലെ? ബി റേസ് ടു 0 ആണ്, അപ്പൊ അത് എഴുതണ്ട. k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. ഇനി ഇതേ ചോദ്യത്തിൽ ഇനി ഒരു അഡീഷനും കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ. നമുക്ക് റേറ്റ് കിട്ടി. റേറ്റ് ഇസ് ഈക്വൽ ടു k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് എന്ത് ചോദിക്കും എന്നറിയോ? ഇതൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ അടുത്ത ചോദ്യത്തിൽ എന്ത് ചെയ്യും? റേറ്റ് എക്സ്പ്രഷൻ എഴുതാൻ ചോദിക്കും. എഴുതി. അടുത്ത ചോദിക്കും റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കൂ എന്ന് ചോദിക്കും. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ഇക്വേഷൻ 1-നെ എടുത്തു. ഇക്വേഷൻ 1-നെ എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം എന്താ? 0.05 ആണ് റേറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു k ഇൻറ്റു എയുടെ കോൺസെൻട്രേഷൻ 0.1 ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കെയുടെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 0.05 ഡിവൈഡഡ് ബൈ 0.1. അപ്പൊ എന്ത് കിട്ടും? 0.05 ഡിവൈഡഡ് ബൈ 0.1 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 10 റേസ് ടു -2 ഡിവൈഡഡ് ബൈ 10 റേസ് ടു -1. അപ്പൊ 0.5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് കിട്ടും അല്ലെ? 0.5. ഇവിടെ തീർന്നു ആൻസർ. റേറ്റ് കോൺസ്റ്റന്റ് ഇത് ഓർഡർ 1 ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് എങ്ങനെയായിരിക്കും? പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പൊ 0.5 പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന്. അപ്പം വേറെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 1 ഷോട്ട് റിവിഷനിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ അഗ്നി ബാച്ചിന്റെ ക്ലാസ്സസിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫുൾ നമ്മുടെ ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഓൾമോസ്റ്റ്
ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്.